ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം എന്നും മഹത്വം എടുക്കുമാറാകട്ടെ. ചില സമയങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡ്രൈ ആയ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ പലപ്പോഴും ഒരു ഡ്രൈ ആയ സാഹചര്യം, അതായത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ചില വിഷയങ്ങളുടെ മുകളിൽ നമുക്ക് നീക്കുപോക്കില്ല, എവിടെ നിന്നൊക്കെയാണോ പല പ്രശ്നങ്ങളും വന്നു ചേരണേന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ഡ്രൈ ആയ സാഹചര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. ഞാൻ കേട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിലും ആത്മീയമായി മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ ജീവിതത്തിലും ഉണ്ടായതായ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല സിസ്റ്റേഴ്സിനും പല വൈദികരിലും ഒക്കെ ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമാണ് ആ ഒരു സമയങ്ങളിൽ. കാരണം നമുക്കൊന്ന് പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. ചിലപ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയിൽ പോലും പോയി നിൽക്കാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തിയ ഒരു തിരുവചന ഭാഗമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായം 26-ാം തിരുവചനം. നിന്റെ നെടുവീർപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സഹിക്കാൻ പറ്റാത്ത നേരത്ത് നമ്മുടെ ഉള്ളിൽ നിന്നൊരു സാധനം വരും. ഹൗ ഇല്ലേ, നിങ്ങൾക്കും വരാറില്ലേ? നമുക്ക് സഹിക്കാൻ പറ്റാത്ത ആ നെടുവീർപ്പുകളെ പ്രാർത്ഥനയായി കർത്താവിൻ്റെ കയ്യിലെത്തിക്കുന്ന ഒരു തിരുവചന ഭാഗം. അത് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ബലം കിട്ടി. കാരണം നമ്മുടെ ഈ ഡ്രൈ ആയ സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മുടെ നെടുവീർപ്പുകളെ കർത്താവ് കാണുന്നു, നമ്മുടെ പ്രാർത്ഥനയായി കർത്താവ് അത് സ്വീകരിക്കുന്നു. എന്താണ് ഈ ഡ്രൈനെസ് എന്ന് പലപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു കാര്യം, ഒരു ചെറിയ ഉദാഹരണമായിട്ട് പറഞ്ഞോട്ടെ. നമ്മൾ യാത്ര ചെയ്യുകയാണ്, ഒരു വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴി തെറ്റി കുറേ കറങ്ങിപ്പോയി, കുറേ സമയം പോയി. നമ്മളിങ്ങനെ മനസ്സിനുള്ളിൽ പറയും, കുറേ സമയം നഷ്ടപ്പെട്ടു, കുറേ അബദ്ധം പറ്റി, എത്ര വഴി വളഞ്ഞിട്ടാ പോയത്, എന്താ ആ വഴി തെറ്റിപ്പോയി, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അത് നല്ലതായിരുന്നു. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു അപകടം, ചിലപ്പോൾ നമ്മളത് കാണുപോലും ചെയ്യില്ല, അങ്ങനെ അപകടം അവിടെ ഉണ്ടാവുമായിരുന്നു എന്നുള്ളത്. ദൈവം അതിനെ കരുതിയതാവാം. പല പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുകളിലും, പല ഡ്രൈ ആയ സാഹചര്യത്തിൻ്റെ മുകളിലും, ലേറ്റായ വിഷയങ്ങളുടെ മുകളിലും ഒക്കെ എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ളത്, പിന്നീട് അത് ഞാൻ കണ്ടിരിക്കുന്നത് അത് നല്ലതിനായിരുന്നു. ആ വിഷയങ്ങൾ പലതും ലേറ്റായതും പലതും ഇപ്പം നടക്കാണ്ടിരുന്നതും ഒക്കെ വലിയ അപകടങ്ങളെന്നോ ആപത്ഘട്ടങ്ങളെന്നോ ഒക്കെ ദൈവം നമ്മളെ കരുതിയതായിരുന്നു. അതുകൊണ്ട് ഈ ഡ്രൈ ആയ സാഹചര്യത്തിൽ നീ ഭാരപ്പെടേണ്ട. അത് തമ്പുരാൻ്റെ ഒരു നടത്തിപ്പാന്നേ, അത് തമ്പുരാൻ്റെ ഒരു കരുതലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ദൈവം നമുക്ക് അവസരം തരട്ടെ. ആമേൻ.